الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تنالوا البر حتى تنفقوا مما تحبون، وما تنفقوا من شيء فإن الله به عليم. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്നും ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇസ്ലാമിൽ ഒരു പ്രബല പുണ്യകർമ്മമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖഫ് ചെയ്തിട്ടുണ്ട്. പ്രമുഖരായ സഹാബത്തിൽ സാധ്യമാകുന്ന ആളുകളെല്ലാം വഖഫ് ചെയ്തവരാണ് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. പിന്നീട് താബികളിൽ നിന്ന് കൈമാറി വന്ന് നമ്മളിലൊക്കെ ഇന്ന് നിലകൊള്ളുന്ന, എല്ലാ രാജ്യങ്ങളിലും നിലകൊള്ളുന്ന ഒന്നാണ് വഖഫ് സംവിധാനങ്ങൾ. എന്നാൽ സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടങ്ങളിൽ 1913 വഖഫിന് ഒരു ചട്ടക്കൂടിന്റെ സംവിധാനങ്ങളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പിന്നീട് ആ സംവിധാനങ്ങളിൽ നിന്നെല്ലാം മാറി 1923 ഒരു മുസ്ലിം വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനവും കടന്നു വന്നു. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ് 1954 നമ്മൾ കാണുന്ന ഈ വഖഫ് ബോർഡുകൾ, വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കടന്നു വരികയും അത് പിന്നീട് 1995 ആ വഖഫിന് ഒരു ഭേദഗതി നമ്മുടെ രാജ്യത്ത് കടന്നു വന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ 2025 ഏറെ വിവാദമായ വഖഫിന്റെ ഏറ്റവും പുതിയ ഭേദഗതി ബില്ല് പാസാക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ വഖഫിന്റെ ബില്ലിനെതിരെ എതിർക്കണം എന്നൊരു ശബ്ദം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ സത്യത്തിൽ മെജോറിറ്റി ആളുകൾക്കും അറിയില്ല എന്താണ് വഖഫ്, എന്തിനാണ് എതിർക്കപ്പെടുന്നത് എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കണം എന്താണ് വഖഫ്, വഖഫിൽ ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ്, നമുക്കതിൽ ഭാഗവാക്കാവാൻ കഴിയുന്ന ഏത് മേഖലയിലാണ്, എന്താണ് ഇസ്ലാമിലെ വഖഫിന് ഇന്ന് സംഭവിക്കുന്ന ഈ രാജ്യത്തിൽ ഉണ്ടാക്കി തീർത്ത അപകടങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
വഖഫ് എന്ന് പറയുന്ന വാക്കിന് ഇപ്പൊ ഖുർആൻ ഓതി പരിചയമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അതിനെന്ത് പറയും? വഖഫ് ചെയ്യാൻ നിർത്തുക എന്ന് നമ്മൾ പറയലുണ്ട്. എന്നാൽ ഈ വഖഫ് എന്ന വാക്കിന് ഹബ്സ്, മൻഅ എന്നുള്ള പദങ്ങളാണ് അറബി ഭാഷയിൽ ഉപയോഗപ്പെടുത്തുന്ന ഭാഷാർത്ഥങ്ങൾ. ഇത് തടഞ്ഞു വെക്കുക, പിടിച്ചു വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന് ശറഈയായി മതപരമായി അതിന്റെ അർത്ഥം വരുന്നത് തഹ്ബീസുൽ അസ്ൽ, അതിന്റെ അടിസ്ഥാനത്തെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് തസ്ബീലുൽ മൻഫഅ, അതിന്റെ ഉപകാരം മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചൊരു വിശ്വാസി അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്ന ആ വസ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിടെ പിടിച്ചു വെക്കപ്പെടുകയാണ്. ഭൂമിയാണെങ്കിൽ ആ ഭൂമി അവിടെ നിലനിൽക്കും. പക്ഷെ അതിന്റെ പ്രയോജനങ്ങൾ ആളുകളിലേക്ക് ലഭ്യമാകുന്ന അവസ്ഥക്കാണ്, ആ രീതിയിലൂടെയുള്ള സ്വതക്കകൾക്കാണ് വഖഫ് എന്ന് പറയുന്നത്. അത് വിൽക്കാൻ പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല, കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല, അതൊരിക്കലും അനന്തരമായി ഓഹരി വെക്കപ്പെടാൻ പാടില്ല. ഇതാണ് വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ കടന്നു വന്ന്, അപ്പൊ നമുക്കറിയാം ആദ്യമായി ഇസ്ലാമിക ലോകത്ത് വന്ന പള്ളി എന്ന് പറയുന്നത് ലമസ്ജിദുൻ ഉസ്സിസ ലിത്തഖ്വ, തഖ്വയാൽ നിർമ്മിതമായ പള്ളി എന്ന് പറയുന്ന ഖുബാ മസ്ജിദ് വഖഫാണ്. മസ്ജിദുൻ നബവി വഖഫാണ്. അവിടെ നിന്ന് അങ്ങനെ കടന്നു വന്ന് ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളുടെ ചരിത്രമെടുക്കുമ്പോൾ ആദ്യമായി യൂണിവേഴ്സിറ്റി അള്ളാന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത പോലും ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവിടെ നിന്ന് കടന്നു വന്ന് ലോകപ്രസിദ്ധമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ജാമിയ മില്ലിയ, ജാമിയ ഹംദർദ്, അലിഗഡ് യൂണിവേഴ്സിറ്റി, കേരളത്തിലെ നമ്മൾ കാണുന്ന ഫറൂഖ് കോളേജ് അടക്കമുള്ള JDC ജമയ്യത്ത് ദഅവത്ത് വ തർബിയത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന 1921 ഇവിടെയുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മലബാറുമായി ബന്ധപ്പെട്ട ജീവൻ പൊലിഞ്ഞ ആളുകളുടെ മക്കളെ സംരക്ഷിക്കാൻ അനാഥകൾക്ക് വേണ്ടി അഭയം നൽകിയ പഞ്ചാബിൽ നിന്ന് വന്ന സഹോദരന്മാർ വഖഫ് ചെയ്തതാണ് JDC ഇസ്ലാം എന്ന് പറയുന്നത്. അതിന്റെ പ്രയോജനങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഫറൂഖിൽ പഠിക്കാൻ പാടുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് എവിടെയുമില്ല. JDCയിൽ മുസ്ലിങ്ങൾ മാത്രമേ പഠനം നടത്താവുന്നില്ല. അതിന്റെ പ്രയോജനം പൊതുസമൂഹത്തിന് ലഭിക്കുന്നു, എന്നാൽ അതിന്റെ അസലുകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചരിത്രപ്രധാനമായി ഇന്ത്യയുടെ പല വിഷയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഖുത്ബ് മീനാർ ആണെങ്കിലും താജ്മഹൽ ആണെങ്കിലും അതുപോലെ തന്നെ ഡൽഹി ജുമാ മസ്ജിദ് ആണെങ്കിലും എല്ലാം വഖഫിന്റെ ഭാഗവാക്കുകളാണ്, വഖഫ് സ്വത്തുകളാണ്. ആ രീതിയിലൂടെ വഖഫുകൾ അന്ന് മുതൽ ഇന്ന് വരെയും തുടർച്ചയായി നടന്നു വരുന്ന ഒന്നാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രമാണങ്ങളിൽ വഖഫുകൾക്കുള്ള തെളിവുകൾ? രണ്ട് രീതിയിലൂടെ അതിലെ തെളിവുകൾ പ്രമാണങ്ങളിൽ സ്വീകരിക്കപ്പെടാം. ഒന്ന്, പൊതുവായി ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉൾപ്പെടെ ഇദാ മാത്തൽ മുസ്ലിമീൻ ഖതഅമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്നും അവിടെ പിന്നീട് അവന്റെ ഖബറിലേക്ക് ലഭ്യമാകുന്നത് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ്, നാഫിയായ ഇൽമാണ്, ജാരിയായ സ്വതക്കയാണ്. ഈ ജാരിയായ സ്വതക്ക എന്നുള്ളതിന് മരിച്ചാൽ വീണ്ടും അവന്റെ ഖബറിലേക്ക് പുണ്യം ലഭിക്കാൻ അവിടെയും ഈ ആയത്തുകൾ വഖഫിനെ കോമൺ ആയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ വഖഫിനെ മാത്രം പ്രത്യേകമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഉദ്ധരണികളും ഹദീസുകളും ഒരുപാട് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലൂടെ കാണാം, മാ തറക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടില്ല. അഥവാ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനിൽ ബാക്കിയുണ്ടായിരുന്നത് ഇല്ലാ സിലാഹ, പ്രവാചകന്റെ ഒരു ആയുധമാണ്. വബഅലതുൽ ബൈളാ, പ്രവാചകന്റെ ഒരു വെളുത്ത നിറമുള്ള വാഹനമൃഗമാണ്. ഐല എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗിഫ്റ്റായി നൽകിയ, ദാനമായി നൽകിയ ആ ഒരു വെളുത്ത വാഹനമൃഗമല്ലാതെ പ്രവാചകന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. വഅറലൻ തറക്കഹ സദഖ, പ്രവാചകൻ ദാനമായി ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് പിന്നീടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ സ്വതക്ക ഏതാണ്? മറ്റൊരു ഹദീസിലൂടെ കാണാം, വഅർലൻ ജഅലഹാ ലിബ്നി സബീലി സ്വതഖ, വഴിയാത്രക്കാർക്ക് വേണ്ടി സ്വതക്കയായി മഹാനായ പ്രവാചകൻ വഖഫ് ചെയ്തൊരു ഭൂമിയാണ്. അല്ലാതെ മുത്തനബിയുടെ കയ്യില് ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഇങ്ങനെ വഖഫുകൾക്ക് വേണ്ടി പ്രചോദനം നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ് ചെയ്ത ഹദീസുകളെയും നമുക്ക് കാണാൻ സാധിക്കും.
ഇനി ഇസ്ലാമിലെ വഖഫുകൾ നമ്മൾ പഠിക്കുമ്പോൾ 3 രീതിയിലാണ് വഖഫ് ചെയ്യാൻ ഒരാൾക്ക് സാധ്യമാകുന്നത്. ഒന്ന് അൽ വഖഫുൽ ഖൈർ, പൊതുവായ നന്മക്ക് വേണ്ടി വഖഫ് ചെയ്യലാൻ. ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള സ്വത്തിനെ പൊതുവായി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ദാനധർമ്മമായി കൊടുക്കാം. നമ്മളുടെ മനസ്സുകളിൽ ഓടി വരിക ഒരു പള്ളി എന്നുള്ളതാണ്. പള്ളി വഖഫാണ്, മദ്രസകൾ വഖഫാണ്, തഹ്ഫീദുൽ ഖുർആന് വേണ്ടി വഖഫുകൾ കൊടുക്കാം. പൊതുജനങ്ങൾക്ക് വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ വാഹന മൃഗങ്ങളായി ഉപയോഗപ്പെടുത്തുന്ന ഈ വാഹന മൃഗങ്ങൾക്ക് മേയാൻ അതിനുവേണ്ടി സ്ഥലങ്ങളെ വഖഫ് ചെയ്യാറുണ്ടായിരുന്നു. ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളെ വഖഫ് ചെയ്യാറുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപകാരമെടുക്കാൻ കഴിയാവുന്ന അൽ വഖഫുൽ ഖൈർ, പൊതുവായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി. രണ്ടാമത് കാണാൻ സാധിക്കുന്നത് അൽ വഖഫുൽ അഹ്ലി എന്ന് പറയും, തന്റെ കുടുംബത്തിന് വേണ്ടി വഖഫ് ചെയ്യുക. അതല്ലെങ്കിൽ അൽ വഖഫു ദുരി, സന്താനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും ഇയാളുടെ സ്വത്തിന് അയാളുടെ മക്കളുടെ തന്നെയല്ലേ അനന്തരാവകാശികൾ, പിന്നെ എന്തിനാണ് മക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നത്? അഥവാ അനന്തര സ്വത്ത് പോലെയല്ല മക്കൾക്കുള്ള വഖഫുകൾ. അവർക്കത് ഉപയോഗപ്പെടുത്താം, ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമുണ്ടാവില്ല. ഒരു മക്കൾക്കത് ഉപയോഗപ്പെടുത്താം, അതിനുശേഷം വരുന്ന തലമുറകൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അവർക്ക് വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ ഒരിക്കലും സാധ്യമല്ല. മൂന്നാമത്തത് അൽ വഖഫുൽ മുശ്തരിക്, അഥവാ പൊതുവായ ജനങ്ങൾക്കും തന്റെ അനന്തരാവകാശ പിന്നിൽ വരുന്ന മക്കൾക്കുമായി പങ്കായി ചെയ്യുന്ന വഖഫുകളും ഇസ്ലാമിക ലോകത്തുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അസ്ലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒനീമത്തുകളെ ശേഖരിച്ചു കൊടുക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു തോട്ടം പ്രവാചകൻ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു തോട്ടമാണ് ഖൈബറിന്റെ തോട്ടം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എനിക്ക് ഖൈബറിന്റെ തോട്ടം വളരെ ഇഷ്ടമുള്ളതാണ്. പക്ഷെ എനിക്ക് പ്രതിഫലം ലഭിക്കാൻ ആ തോട്ടം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിന് നിനക്ക് തടഞ്ഞു വെക്കാം, അതിന് നിനക്ക് വഖഫ് ചെയ്യാം. അതുകൊണ്ട് നിനക്ക് സ്വതക്ക ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞ എന്താണ്? വഖഫ് ചെയ്യാം, ബേസിക് എന്ത് ചെയ്യാം? ആ സ്വത്ത് നിനക്ക് തടഞ്ഞു വെക്കാം, അതിന്റെ പ്രതിഫലങ്ങളെ സ്വതക്ക ചെയ്യാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വതസദ്ദഖ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ സ്വതക്ക ചെയ്തു. അന്നഹു ലാ യുബാഅ് അസ്ലഹ, ആ ഭൂമിയെ വിൽക്കാൻ പാടില്ല, അതിന്റെ അടിസ്ഥാനം വിൽക്കാൻ പാടില്ല. വലാ യൂഹബ്, അതാർക്കും ദാനമായി നൽകപ്പെടാൻ പാടില്ല. വലാ യൂറസ്, അനന്തരമെടുക്കാനും പാടില്ല. ഈ കണ്ടീഷനോടുകൂടെ നിബന്ധന വെക്കാൻ നമുക്ക് എന്താണ്? അത് വിൽപ്പന നടത്താൻ പാടില്ല, അതാർക്കും ദാനമായി ലഭ്യമാക്കാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റേതാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ മക്കൾക്ക് അനന്തരമെടുക്കാനും പാടില്ല. ആ രീതിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ സ്വതക്ക ചെയ്യുകയാണ്. അതാർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. വഖഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിബന്ധനകൾ വെക്കാം. ഫിൽ ഫുഖറാഇ വൽ ഖുർബ വൽറിഖാബ് വഫീ സബീലില്ലാഹ് വല്ലൈഫ് വബിനിസ് സബീൽ, ദരിദ്രരായ ആളുകൾക്ക് അതിന്റെ പ്രയോജനമെടുക്കാം, അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് എടുക്കാം, അടിമമോചനത്തിനെടുക്കാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിന് ഉപയോഗപ്പെടുത്താം. അതിഥികളായ നാട്ടിൽ കടന്നു വരുന്ന ആളുകൾക്ക് അതിന്റെ പ്രയോജനങ്ങളെ ഉപയോഗപ്പെടുത്താം. അള്ളാഹുവിന്റെ മാർഗത്തിലും അതിനെ ഉപയോഗപ്പെടുത്താം. മാത്രമല്ല, വീണ്ടും അദ്ദേഹം പറഞ്ഞു, ലാ ജുനാഹ അലാ മൻ വലിയഹ അയഅകുല മിൻഹാ ബിൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന അതിന്റെ മുത്തവല്ലിക്ക്, ആ തോട്ടം ആരാണോ കൈകാര്യം ചെയ്യുന്നത് ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. വിൽപ്പന നടത്താനോ പണമാക്കാനോ ഉള്ള അവകാശമില്ല. ആ തോട്ടങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. ഔ യുത്ഇമ സ്വദീഖൻ ഗൈറ മുതവവിലിൻ ഫീഹി, അതിനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ഭക്ഷണം കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അതൊരിക്കലും പണമാക്കാൻ പാടില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടീഷൻ വെച്ചു. ഒരു വഖഫിൽ മനസ്സിലാക്കേണ്ട, പൊതുവായ ജനങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. വിൽപ്പന നടത്താൻ പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല, അനന്തരമെടുക്കാൻ പാടില്ല. അത് കൊടുക്കേണ്ട പൊതുജനങ്ങളുടെ വിഷയങ്ങളെ അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിക്ക് പോലും
അതിൽ നിന്ന് ഭക്ഷണം ഉപയോഗിക്കാം, വിൽപ്പന നടത്താൻ പാടില്ല. അദ്ദേഹത്തെ കാണാൻ വരുന്ന കൂട്ടുകാർക്കും അതിന് ഭക്ഷണം കൊടുക്കാം, പക്ഷെ പണമായി കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അദ്ദേഹത്തിന്റെ ആ രീതിയിലൂടെയുള്ള വഖഫ് അദ്ദേഹം നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. സമാനമായി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു വഖഫ് നമ്മൾ കാണുന്നതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ മദീനയുടെ മസ്ജിദ് നബവിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജൂതന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന റൂമാ കിണർ, ആ റൂമാ കിണറിൽ നിന്ന് ആളുകളൊക്കെ പൊതുവായി വെള്ളമെടുത്തിരുന്നു. എന്നാൽ ജൂതൻ പറഞ്ഞു, പണമടച്ചവർക്ക് മാത്രമാണ് റൂമാ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടൂ എന്ന് നിബന്ധന അദ്ദേഹം കൊണ്ടുവന്നപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നവോ അവന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ജൂതനോട് പറയുന്ന വില കൊടുത്തുകൊണ്ട് റൂമാ കിണർ വാങ്ങുകയാണ്. ജൂതനത് വാങ്ങുമെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? വില കയറ്റി പറഞ്ഞു. ആ വില കൊടുത്തിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് അതിനെ മനസ്സിലാക്കേണ്ടത്? വഖഫാണ്. 2017 സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റൂമാ കിണറിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻ അവർ കൊടുക്കുന്നുണ്ട്. 1400 വർഷങ്ങളായി റൂമാ കിണർ ഇന്നും മുസ്ലിമീങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലാ തസാലുൽ ബിഅറുൽ യൗമ ഹത്താ തറാ സുക്കാനൽ മദീന ബിമാഇഹാ. ഇന്നും മദീനയുടെ ആളുകൾ റൂമാ കിണറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വതസ്കീന ഖീലഹും വഅസ്ജാറഹും. അവരുടെ മരങ്ങൾക്കും ഈത്തപ്പനകളും അവർ അതുകൊണ്ട് നനച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വഖഫ്. റൂമാ കിണർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തു. ഇന്നും മദീനക്കാരായ ആളുകൾ അതിന്റെ വെള്ളം കുടിക്കുന്നു. അവരുടെ മരങ്ങളെ, കൃഷികളെ, ഈത്തപ്പനകളെ അതുകൊണ്ട് നനച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും നമ്മൾ കാണേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഔഖാഫിന്റെ പുറത്തുവിട്ട രേഖകളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഇന്ന് ആളുകൾക്ക് മുഴുവനും വെള്ളത്തിന് സൗകര്യമുള്ളത് കൊണ്ട് റൂമയിലെ വെള്ളം ജനങ്ങൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞപ്പോ ഔഖാഫിൽ നിന്നും അവിടുത്തെ വിസാറത്തുൽ മസ്റ, അവിടുത്തെ കൃഷി വകുപ്പ് അതിനെ വാടകയ്ക്കെടുക്കുകയാണ്. വിസാറത്തു സിറാ അതിനെ വാടകയ്ക്കെടുത്തു. ആ വാടക പണം കൊടുക്കുകയാണ്. ഔഖാഫിന് പണം വാടക കൊടുത്ത് ആ കിണറിന് വാടകയ്ക്കെടുത്ത് ആ 15,500ഓളം ഈത്തപ്പന മരങ്ങളെ വെച്ച് പിടിപ്പിച്ച് അത് ജനങ്ങൾക്ക് സ്വതക്ക ചെയ്യാനാണ്. 15,500ഓളം ഈത്തപ്പന മരങ്ങൾ അതിലേക്ക് റൂമാ കിണറിൽ വെള്ളം ഉപയോഗിച്ച് അവയെ നനച്ച് അതിന്റെ പഴങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫിനെ ഇന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലാ യസാലു ശർത്തുൽ വാഖിഫ്. വഖഫ് ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിബന്ധന ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായി അതിനെ പുറത്തുവിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇസ്ലാമിക ലോകത്തെ വഖഫിന്റെ സ്വഭാവം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു വഖഫുൽ അഹ്ലി, തന്റെ കുടുംബത്തിന് വഖഫ് ചെയ്യാം. എന്താ തെളിവ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കയിലെ വീട് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു. അവർക്ക് വിൽക്കാൻ അധികാരമില്ല, ആർക്കും സ്വന്തമാക്കാൻ അധികാരമില്ല. തന്റെ മക്കൾക്ക് കാലങ്ങളായി, തലമുറകളായി അതിലൂടെ താമസിച്ചു പോകാമെന്നുള്ളതാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള മസ്റിലുള്ള അദ്ദേഹത്തിന്റെ 2 വീടുകൾ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നുണ്ട്. മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും കൊടുക്കുമ്പോൾ ലിൽ മർദൂദതി മിൻ ബനാതിഹി അൻ തസ്കുന ഗൈറ മുദിറ വലാ മുദിറിൻ ബിഹാ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്ന് വിവാഹമോചനം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ, ഭർത്താവ് മരണപ്പെട്ട് വിധവകളായി പോകുന്ന സ്ത്രീകൾ, അവർക്ക് താമസിക്കാൻ അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും അദ്ദേഹം വഖഫ് ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ കൂടെ അദ്ദേഹം ഒരു കണ്ടീഷൻ കൂടെ വെച്ചു. അതിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ചൊരു സ്ത്രീയോ ഭർത്താവ് തൊലാഖ് ചൊല്ലിയ ഒരു സ്ത്രീയോ മറ്റൊരു വിവാഹിതയായി ഭർത്താവിനെ സ്വീകരിക്കുമ്പോ ഫലൈസ ലഹാ ഹഖ്, അവൾക്ക് പിന്നീട് അവിടെ അവകാശമില്ല. ആ രീതിയിലൂടെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അനന്തരമായി കിട്ടിയ സ്വത്തിൽ അദ്ദേഹം പറയുന്നത് ഹാജ മിൻ ആലി അബ്ദുല്ലാ, അബ്ദുള്ളയുടെ കുടുംബത്തിൽ നിന്ന് ദവിൽ ഹാജ, ആവശ്യമുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ അദ്ദേഹത്തിന്റെ ആ സ്ഥലവും
അദ്ദേഹം അനന്തരാവകാശികളായി പിന്നിൽ വരുന്ന ആളുകൾക്ക് വഖഫ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് രീതിയിലൂടെയുള്ള വഖഫുകൾ നമുക്ക് മതത്തിൽ അനുവദനീയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറെ പ്രതിഫലമുള്ള കാര്യം. ഇപ്പൊ നമ്മൾ വഖഫ് ചെയ്തു, നമ്മൾ മരിച്ചുപോയി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇന്നും റൂമാ കിണറിലെ വെള്ളം ഉപയോഗപ്പെടുത്തുമ്പോ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പള്ളിക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്യുമ്പോ ആ പള്ളിയുടെ ഭൂമി ഉപയോഗപ്പെടുത്തുന്ന കാലമത്രയും നമ്മളുടെ ഖബറിലേക്ക് പുണ്യമൊഴുകുകയാണ്. നമ്മൾ വിചാരിക്കേണ്ട, അല്ലാഹുവേ എനിക്കൊരു കുരുവിക്കൂടിന്റെ സ്ഥാനമാണോ വഖഫ് ചെയ്യാൻ കഴിയുന്നല്ല. ഒരു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഒരു മുസ്ഹഫാണോ ഒരു ഖുർആനാണോ? നമ്മളൊക്കെ വഖഫിന്റെ ഭാഗമാവേണ്ട ആളുകളാണ്, പിന്നോട്ട് പോകേണ്ട ആളുകളില്ല. നമ്മളുടെ ഖബറിലേക്ക് പുണ്യം കിട്ടാനാണ്. സഹാബത്തുകളെ നിങ്ങൾ എടുത്തു നോക്ക്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യംബ എന്ന് പറയുന്ന സ്ഥലം, അഥവാ ഇന്നത്തെ സൗദി അറേബ്യയിൽ നമ്മളൊക്കെ യാംബു എന്ന് വിളിക്കുന്ന പ്രദേശത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭൂമി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ വഖഫ് ചെയ്ത സഹാബിയാണ്. അതുപോലെ തന്നെ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബഖീഅന്റെ ഭാഗത്തുള്ള ഭൂമി അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സദഖ ചെയ്ത സഹാബിയാണ്. അതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ത്വായിഫിൽ അദ്ദേഹത്തിന്റെ തോട്ടം, മക്കയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ വഖഫ് ചെയ്ത സഹാബിയാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയോ സക്കാത്ത് പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ആളുകളൊക്കെ കൊടുക്കുമ്പോ സഹാബത്തിന്റെ ഇടയിൽ ഒരു വർത്താനം വന്നു. നമ്മളുടെ കൂട്ടത്തിൽ രണ്ടാൾ സക്കാത്ത് കൊടുക്കണില്ല. ആരാണ്? മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അവര് സക്കാത്ത് കൊടുക്കണില്ല. ഈ സംസാരം മുത്തനബിയുടെ കാതിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത വിഷയം നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ മുഴുവൻ സക്കാത്ത് വരുന്നതിന് മുമ്പ് ആദ്യമായി എന്റെ കയ്യിൽ സക്കാത്ത് ഏൽപ്പിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. ഏറ്റവും ആദ്യം നേരത്തെ സക്കാത്ത് കൊടുത്തു അദ്ദേഹം. രണ്ടാമത്തെ വിഷയമില്ലയോ? ഖാലിദ് ഇബ്നു വലീദ് വഅമ്മാ ഖാലിദ് ഫഇന്നകും തുളമൂന ഖാലിദ, നിങ്ങൾ ഖാലിദിന്റെ മേലെ അനീതിയാണ് നിങ്ങൾ പറയുന്നത്. നമുക്കറിയാം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പടനായകനാണ്. അദ്ദേഹത്തിന്റെ വീട് നിറയെ പടക്കോപ്പുകളാണ്. അത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ വഖഫ് ചെയ്ത സഹാബിയാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. എല്ലാ സാമഗ്രികളും അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ വഖഫ് ചെയ്തു. അവരെ പറ്റി നിങ്ങൾ അറിയാത്തത് പറയരുത് എന്ന് മുത്തുനബി പറഞ്ഞു. ഹക്കീം ഇബ്നു ഹുസാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇതുപോലെ ദാനം ചെയ്യാനോ വിൽക്കാനോ അനന്തരമെടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ വഖഫ് ചെയ്ത ആളാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീടുൾപ്പെടെ വഖഫ് ചെയ്ത ആളാണ്. പക്ഷെ അതിലെ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പോയിന്റ് കൂടെയുണ്ട്. ഫകാന ഇദാ ഖദമഹാ നസലഹാ, ആ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെ വരുമ്പോ അദ്ദേഹം അവിടെ താമസിക്കാറുണ്ട്. അഥവാ മരണം വരെ ഉപയോഗപ്പെടുത്തി മരണാനന്തരം ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ഇസ്ലാമിലൂടെ വഖഫ് ചെയ്യാം. മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം അസ്ഹാബ് സുഫയിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന വീട് അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കണ്ടോ, വഖഫിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇനി വഖഫ് ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ട് പിന്നീടത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ച പോലെ ആവണില്ല, അതുകൊണ്ട് എനിക്ക് കണ്ട് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യം വെക്കാനും പാടില്ല. അത് അള്ളാഹിന്റെ മാർഗം നമ്മൾ ഏൽപ്പിച്ചതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുതിര ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായി പരിപാലിച്ചിരുന്ന കുതിര അദ്ദേഹം ഒരു യോദ്ധാവിന് അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുത്തു. പക്ഷെ അദ്ദേഹം വളർത്തിയിരുന്ന പരിപാലിച്ചിരുന്ന പോലെ കുതിരേനെ പരിപാലിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മോഹം, അതിന് ചോദിക്കണ വില കൊടുത്തിട്ട് അതിനെ തിരിച്ചു വാങ്ങിയാലോ എന്നുള്ളൊരാഗ്രഹം വന്നപ്പോ അങ്ങനെ വാങ്ങാൻ പറ്റുമോ എന്ന് മുത്തനബിയോട് വന്ന് ചോദിച്ചു. റസൂൽ എന്ന് പറഞ്ഞു, ഒരു ദിർഹമിന് വെള്ളി നാണയത്തിന് തരാന്ന് പറഞ്ഞാൽ പോലും നിനക്കത് വാങ്ങാനുള്ള അവകാശമല്ല, മേടിക്കാൻ പാടില്ല. റസൂല് പറയാണ്, ആ കൊടുത്തതിലേക്ക് നീ മടങ്ങുന്നുവെങ്കിൽ ഫഇന്നൽ ആയിദ ഫീ സദഖതിഹി, ആ കൊടുത്ത ധർമ്മത്തിലേക്ക് ഒരാൾ മടങ്ങുന്നുവെങ്കിൽ അവൻ ഛർദിച്ചതിലേക്ക് മടങ്ങുന്നവനെ പോലെയാണ്. ഛർദിച്ചതിലേക്ക് മടങ്ങുന്നവനെ പോലെയാണ്. ചെയ്യാൻ പാടില്ല.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ വഖഫുകൾ ഉണ്ടാകണമെന്ന്, ആ വഖഫുകളെ സംരക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് അല്ലാഹുവിന്റെ ദീന് പറയാണ്. ഇനി വഖഫ് ഉണ്ടായാൽ മതിയോ? വഖഫിനെ കൊടുത്താൽ മതിയോ? പ്രിയമുള്ളവരെ, അള്ളാന്റെ മാർഗത്തിലുള്ള വസ്തുവാണ്. ഒരു പള്ളി അള്ളാന്റെ വീടാണ്. ആ പള്ളിക്കുള്ള സ്ഥലം അള്ളാഹുവിലേക്കുള്ള വഖഫാണ്. ആ പള്ളിയിൽ ഒരു ഖുർആൻ പോലും അതിനെ സംരക്ഷിക്കാൻ നമുക്ക് ആലസ്യമായി അള്ളാഹുവിന്റെ ഖുർആൻ പോലും കൈകാര്യം ചെയ്യാൻ പാടില്ല. പള്ളിയിലെ വഖഫ് ചെയ്യപ്പെട്ട ഒന്നും പുറത്തേക്ക് നമ്മളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ അവകാശമില്ല. അത്രയും ഓരോ വ്യക്തികളും സംരക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടങ്ങളിൽ വഖഫിനെ സംരക്ഷിക്കാനായി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആദ്യകാലഘട്ടം മുതൽ ഭരണാധികാരികൾ വഖഫുകളെ കൺട്രോൾ ചെയ്തു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വന്നപ്പോ വഖഫുകളെ നോക്കി നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉമവിയ്യ ഭരണഘട്ടം കടന്നു വന്നപ്പോ പ്രിയമുള്ളവരെ, വഖഫിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉമവിയ്യ ഭരണകാലഘട്ടത്തിൽ കടന്നു വന്നു. പിന്നീട് അബ്ബാസിയ ഭരണകാലഘട്ടം വന്നു. ആ അബ്ബാസിയ ഭരണകാലഘട്ടങ്ങളിൽ വഖഫ് സ്വത്തുകൾ കൂടിയപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറം വന്നപ്പോ അതിനെ 3 ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ച് അബ്ബാസിയ ഭരണകാലഘട്ടങ്ങളിലും വഖഫിന്റെ സംരക്ഷണങ്ങളെ കടന്നു വന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ലോകത്തിലൂടെ ചരിത്രങ്ങളെ കാണുന്നത് ആ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുകളെ മറ്റുള്ളവർ തട്ടിപ്പറിക്കുന്ന രീതികളിലൂടെ കാര്യങ്ങൾ കടന്നുപോയി. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടങ്ങളാണ് സെൻട്രൽ ഏഷ്യയിലും മധ്യേഷ്യയിലൂടെ 16,000-ഓളം വരുന്ന ഹെക്ടർ ഭൂമികൾ വഖഫിന്റെ കയ്യേറിപ്പോയി. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ നാടുകളിലെ സ്വത്തുകൾ, വഖഫിന്റെ സ്വത്തുകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇന്ത്യയിൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളാണ്. അതിനെ സംരക്ഷിക്കേണ്ടവർ നാമാണ്. അതിനെ പലപ്പോഴും തന്നെ മറ്റുള്ളവർ കയ്യേറുന്ന സാഹചര്യങ്ങളെ കടന്നു വന്നു. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മളുടെ നാടുകളിൽ ചില കണക്കെടുപ്പുകൾ വന്നപ്പോ 9,40,00,000 ഹെക്ടർ ഭൂമിയാണ് വഖഫിന്റെ കൈകളിലുള്ളത്. അവിടെ നിന്ന് പഠനങ്ങൾ കടന്നു വരികയാണ്. 15 ലക്ഷം കോടിയോളം ആസ്തികളാണ് വഖഫിന്റെ കയ്യിലുള്ളത്. ഉടനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ ബോംബ് കൊണ്ടുവന്നു. ഇവിടുത്തെ ആസ്തികളുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഗവൺമെന്റിന്റെ ആസ്തി കഴിഞ്ഞാൽ അത് മുസ്ലിംകളുടെ വഖഫിന്റെ കയ്യിലാണ് എന്ന്. അല്ലാട്ടോ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭകളുടെ കയ്യിലാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം ഇവിടെ നിന്ന് കണ്ണായ പല സ്ഥലങ്ങളും അവരുടെ ക്രിസ്ത്യൻ സഭകൾക്ക് കീഴിലാണ് പകുത്തു കൊടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനൊക്കെ താഴെയാണ് ഇനി വഖഫും വഖഫിന്റെ ബോർഡും രണ്ടാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള എല്ലാ വഖഫിന്റെ സ്വത്തുകളും വഖഫ് ബോർഡിലില്ല. കേരളത്തിൽ തന്നെ ഏകദേശം 32 സെന്റ് സ്ഥലമാണ് വഖഫ് ബോർഡിന്റെ കീഴിൽ ഭൂമിയായിട്ടുള്ളത്. വഖഫ് വേറെ, വഖഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്തത് വേറെ. പക്ഷേ ഇത്രയും സമ്പാദ്യങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ മുഴുവൻ കൈകാര്യം ചെയ്യപ്പെടാൻ എവിടെയാണ് ഇതിന്റെ തകരാറുകൾ കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ പുതിയ ഇതിന്റെ ഭേദഗതി ബില്ലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, വഖഫുകൾ നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ്. എങ്ങനെയാ നിയന്ത്രണങ്ങൾ കടന്നു വരുന്നത്? പ്രിയമുള്ളവർ, ഒരാള് മുസ്ലിമായി 5 വർഷം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അയാൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പുതിയ അമെന്റ്മെന്റിലൂടെ കൊണ്ടുവരാൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിമായ ഒരാളുടെ അവകാശമാണ് അയാളുടെ സ്വത്തിനെ ദാനം ചെയ്യൽ, അയാൾക്കൊരു പുണ്യം നേടൽ. ഒരു വ്യക്തിയുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന്റെ മേലെ കടന്നുകയറ്റം ചെയ്യപ്പെടുന്നു. ഇത് ആരാണ് നിയന്ത്രിക്കുക? ഒരാൾ മുസ്ലിമായിട്ട് 5 വർഷം പ്രാക്ടീസ് ചെയ്തു എന്ന് പറയാൻ ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്? കളക്ടറാണോ? നമ്മൾ മനസ്സിലാക്കുന്നത് ഷഹാദത്തോടുകൂടെ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അയാൾ ഇസ്ലാമിലായി, മുസ്ലിമായി, അയാൾക്ക് വഖഫ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിനെ സ്വത്തുക്കളെ പല കുതന്ത്രങ്ങളും പിന്നിൽ വെച്ച് ആളുകൾക്ക് വഖഫ് ചെയ്യാറുള്ള 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും അയാൾക്ക് കളക്ടർ 5 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാനുള്ള കുതന്ത്രങ്ങൾ വരെ അതിന്റെ പിന്നിലൂടെ നടക്കുന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തിനെ പോലും ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് ഇതിന് സ്വത്തുക്കളെ സംരക്ഷിക്കാനാണെന്നാണ്. ഒരിക്കലുമല്ലാട്ടോ. പൂർണ്ണമായി അതിനെ തട്ടിപ്പറിക്കാനുള്ള
അതിൽ കൈകയറാനുള്ള, ഇതിലെ സ്വത്തുക്കൾ ചൂഷണം ചെയ്യാനുള്ള ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ 1992 ഡിസംബർ 6 ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡേറ്റ് മുതൽ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മദരെ മസ്ജിദ് ഉൾപ്പെടെ, ഗാൻവാപ്പി ഉൾപ്പെടെ അവിടെ നിന്ന് തുടങ്ങിയ മസ്ജിദുകളുടെ മേലെ പിടിമുറുക്കി മുഴുവൻ കയ്യിലൊതുക്കാനുള്ള അജണ്ടകൾ മുഴുവൻ ഈ അമെന്റ്മെന്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് വിഷയങ്ങളെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ ഒരു സംഘടിത സമൂഹത്തിൽ ഒരു മുസ്ലിമായി നമ്മൾ എങ്ങനെ പ്രതികരിക്കണമോ ആ രീതിയിലൂടെ പ്രതികരിക്കാൻ, ശീലിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വഖഫിന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയുടെ ഉള്ളിൽ കടന്നുകയറ്റം വരുന്നത്, ഒന്ന്, സ്വതക്ക ചെയ്യാനുള്ള, വഖഫ് ചെയ്യാനുള്ള അവകാശങ്ങളെ തടയപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാരിന് ഈ സ്വത്തിലൂടെ കടന്നു കയറാനുള്ള അധികാരമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, ഈ സ്വത്തിൽ അങ്ങനെ കടന്നു കയറുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഡൽഹി എന്ന് പറയുന്ന ഒരു നാട് മാത്രം നമ്മൾ എടുത്താൽ മതി. ഡൽഹി ട്രിബ്യൂണലിൽ ഏകദേശം 685 കയ്യേറ്റ കേസുകളാണ്. ട്രിബ്യൂണലിലെ കേസുകളല്ല പറയണേ, മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് കയ്യേറിയ കേസുകൾ 685 എണ്ണമാണ് നിലവിൽ ഡൽഹി മാത്രം കേന്ദ്രീകരിച്ച വഖഫ് ട്രിബ്യൂണലിലുള്ളത്. അതിൽ 114 സ്വത്തുകളും കയ്യേറ്റം നടന്നു കഴിഞ്ഞു. അതിന്റെ 70% സർക്കാരിന്റെ കയ്യിലാണ്. ഔദ്യോഗികമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മിമ്പർ എന്ന ബോധ്യത്തോടുകൂടെ ആവർത്തിച്ച് പഠിച്ചിട്ട് മാത്രമാണ് നിങ്ങളുടെ വിഷയത്തിൽ ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നത്. അതിൽ 70% ഇന്ന് സർക്കാരിന്റെ കൈകളിലാണ്. പ്രിയമുള്ളവരെ, ഇനി മാത്രമല്ല, ഏതെങ്കിലും ഒരാള് വഖഫിന്റെ ഭൂമി കയ്യേറിയാൽ അതിനെ തെളിയിക്കേണ്ട ഞങ്ങളുടെ വഖഫാണ്, പള്ളിയുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ തെളിയിക്കേണ്ട ബാധ്യത വാക്കിഫിനാണ്. അഥവാ ആരാണോ വഖഫ് ചെയ്തത് അവരാണ് തെളിയിക്കേണ്ടത്. കയ്യേറിയവനൊരു ബാധ്യതയില്ല. അവന് കയ്യേറി താമസിച്ചാൽ മാത്രം മതി, അവന് കയ്യേറി ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി. ഇത് കയ്യേറപ്പെട്ടതാണ് എന്നും ഇത് വഖഫിന്റെ സ്വത്താണെന്നും തെളിയിക്കേണ്ടതാരാണ്? വാക്കിഫ് മാത്രമാണ് എന്ന് കണ്ടീഷൻ ഇതിലൂടെ കടന്നുവരികയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചോക്ക്, 12 കൊല്ലം ഒരാൾ കയ്യേറി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വേറൊരു അവകാശം അതിന്റെ മേൽ ഉന്നയിക്കാനില്ല. കയ്യേറ്റ ഭൂമിയിൽ 12 കൊല്ലം ഒരാൾ താമസിച്ചാൽ, അത് ഉപയോഗപ്പെടുത്തിയാൽ ആ സ്ഥലം പിന്നെ അയാളുടേതാണെന്ന് പറയപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് വരാൻ. മാത്രമല്ല, ഇന്ത്യയുടെ പള്ളി തർക്ക കേസുകൾ മുഴുവൻ ഹിന്ദുത്വ ശക്തികളൊക്കെ പിടിമുറുക്കാൻ ഈ ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ, നിങ്ങൾക്കത് ഒരു കോമൺ സെൻസിൽ മനസ്സിലാവുന്നുണ്ടോ? പഴയ കാലഘട്ടങ്ങളിൽ ജന്മിമാര് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളുടെ കയ്യിലുള്ള പോലെ അതിന്റെ പട്ടയങ്ങളോ ആധാരങ്ങളോ നമ്മളുടെ കൈവശം ഉണ്ടാവില്ല. അന്ന് പിന്നീടാണ് അതിനെ സർവേകളൊക്കെ നടക്കുന്നതൊക്കെ. നമ്മളുടെ കയ്യിൽ ഈ പള്ളി 600 കൊല്ലം മുമ്പ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വന്നാൽ 600 കൊല്ലം മുമ്പത്തെ ഒരു രേഖ ഹാജരാക്കാൻ പറഞ്ഞാൽ ഇവിടത്തെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫിന്റെ സ്വത്തുകൾക്കും ഒരുപക്ഷെ ഉണ്ടാവില്ല. അതുകൊണ്ട് തെളിയിക്കേണ്ടത് കയ്യേറിയവനല്ല, ആരാണോ വഖഫ് ചെയ്തത് അവര് തെളിയിക്കണമെന്ന കണ്ടീഷൻ ഇതിലൂടെ കൊണ്ടുവരുമ്പോൾ അത്യധികം അപകടകരമായ വിഷയങ്ങളാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലും ബോർഡുമെല്ലാം അപ്രസക്തമാവുകയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിങ്ങളുടെ നോക്ക്, നമ്മളുടെ നാട്ടിലെ പേഴ്സണൽ ലോ ബോർഡുകളിൽ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന അവരുടെ വിശ്വാസത്തിന് കൊടുക്കുന്ന സംരക്ഷണം നോമിനി സംവിധാനങ്ങളിലൂടെ ഭരണത്തിലേക്ക് കടന്നവരാണ്. നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരാരാണോ അവരാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടുന്നവർ. അവനേത് മതസ്ഥനാകാം, ഏത് ആശയക്കാരനാകാം. ഒരുപക്ഷെ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയാണ് ഒരു പള്ളി ഭരിക്കാൻ വരുന്നതെങ്കിൽ അതിനു വേണ്ടി നിന്നുകൊടുക്കണമെന്ന് പറയുന്ന ഭേദഗതിയാണ് ഇതിലൂടെ കടന്നു വരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായും അള്ളാന്റെ പള്ളി കൈകാര്യം ചെയ്യേണ്ടത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിലൂടെ വിശ്വസിക്കുന്ന ആളുകളാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ്. വഅഖാമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വആതസ്സകാ,
സക്കാത്ത് കൊടുക്കുന്നവരാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ പേടിക്കാത്ത ആളുകളാണ് അള്ളാന്റെ പള്ളിയെ പരിപാലിക്കേണ്ടത്. നോക്കണേ, ഈമാനുള്ള, വിശ്വാസമുള്ള, നമസ്കാരമുള്ള, സക്കാത്ത് കൊടുക്കുന്ന, അതുപോലെ തന്നെ റബ്ബല്ലാത്തവരെ പേടിക്കാത്ത, അന്ത്യനാളിൽ വിശ്വാസമുള്ള ആളുകളാണ്, ഈ 5 കണ്ടീഷനുള്ള ആളുകളാണ് അള്ളാന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്. ഇവിടെ നമ്മൾ അധികമൊന്നും, നിങ്ങൾ നോക്ക്, ഒരിക്കലും നമ്മുടെ നാട്ടിൽ 3 വർഷം മുമ്പ് ഇതിന്റെ ക്രയവിക്രയ അധികാരങ്ങൾ നടപ്പിൽ വരുത്താൻ ഇത് PSCക്ക് വിടണമെന്ന ഒരു നിയമോപദേശം ഇവിടെ കടന്നു വന്നു. എന്താണ് ഇതിന്റെ അപകടങ്ങള്? PSC എക്സാമിലൂടെ കടന്നു വരുന്നവർ പള്ളിയെ പരിപാലിക്കുക. ആരാ ശമ്പളം കൊടുക്കുന്നത്? ഗവൺമെന്റ് അല്ല, വഖഫ് ബോർഡ് കൊടുക്കുന്ന ശമ്പളത്തിന് കൈകാര്യം ചെയ്യാൻ പുറത്തുനിന്ന് ആളുകൾ വേണമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, ഇതിന്റെ ബോർഡുകളിൽ റിക്രൂട്ട്മെന്റുകളാണ്. ദേവസ്വമാണെങ്കിലും സഭകളാണെങ്കിലും അവരുടെ ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. എങ്കിൽ അതേപോലെ അതേ അവകാശം വഖഫിന്റെ ഭൂമികൾക്ക് വേണമെന്ന് മാത്രമാണ് മുസ്ലിങ്ങളും പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ അവകാശം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ദേവസ്വം ബോർഡിന്റെ ഭരണകാലത്തിൽ അവിടുന്ന് ഇവിടത്തെ ജനസംവിധാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒരു MP അതിന്റെ ഭരണത്തിൽ കടന്നു വരുന്നുവെങ്കിൽ ആ MP മുസ്ലിം അല്ലെങ്കിൽ മാത്രമാണ്, ഹൈന്ദവനാണെങ്കിൽ മാത്രമാണ് അയാൾക്ക് അവിടെ തുടരാൻ അവകാശമുള്ളൂ. അയാൾ ഒരു മുസ്ലിമോ ക്രൈസ്തവനോ ആണെങ്കിൽ മറ്റൊരു ഹൈന്ദവനായ മനുഷ്യനെ ഈ വ്യക്തി നോമിനേറ്റ് ചെയ്യപ്പെടണം. അത്ര പോലും ആ മതങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾക്ക് വിലയില്ലേ? അവരുടെ പള്ളികളെ, അവരുടെ സ്വത്തുകളെ, സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ മുസ്ലിമല്ലാത്ത ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവില്ല. ഉത്തരേന്ത്യകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പള്ളികളുമായി ബന്ധപ്പെട്ട വഖഫുകളിൽ ഗല്ലികളായി പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കുന്ന അവരുടെ വീടുകളെ, പാർപ്പിടങ്ങളെ, താമസ സ്ഥലങ്ങളെ അത് മുഴുവൻ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, മാത്രമല്ല തീർത്തും വിവേചനപരമായിട്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വഖഫുകളുടെ സ്വത്തുകൾക്ക് സംരക്ഷണം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഭിന്നിച്ചു നിൽക്കാനില്ല. മുസ്ലിം സംഘടനകളോട് കൂട്ടായി ഒരുമയോടെ പ്രവർത്തിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ നോക്കി, UPയുടെ മണ്ണിൽ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഒറ്റതിരിഞ്ഞ് ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും അവിടെ മുസ്ലിങ്ങൾ ചിഹ്നിച്ചെറിയ സാഹചര്യങ്ങളിലാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് കേരളത്തിൽ വ്യത്യസ്തമായ ആദർശമുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള, അതുകൊണ്ട് തഖ്വ പള്ളിയിൽ വന്ന ആളുകളോട് ഇവിടെ നമ്മൾ സംഘടന വിഷയങ്ങളിലൂടെ മാറി നിൽക്കാനില്ല. ഒറ്റപ്പെട്ടൊരു സംഘടിതമായി ഇത്തരം വിഷയങ്ങളെ നേരിടാൻ വേണ്ടി, അതുപോലെ തന്നെ പല രാഷ്ട്രീയ ചിന്താഗതികളുള്ള ആളുകളുണ്ടാകാം, ഇടതുപക്ഷങ്ങളും വലതുപക്ഷങ്ങളുമായി ചിന്താഗതികളുണ്ടാവാം. പക്ഷെ ഒരിക്കലും തന്നെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്. രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിൽ വേണ്ട ക്വാളിറ്റികൾ നമ്മൾ വരുത്തി നേരിടേണ്ട രീതിയിലൂടെ നേരിടാൻ ഒരൊറ്റ വിഷയം കൂടെ മുത്തുനബിയുടെ ഹദീസിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശന്നു വലഞ്ഞ യാചകൻ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേലെ ഇസ്ലാമിന്റെ ശത്രുക്കള് കൈവെക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞേ? ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വലഞ്ഞ യാചകൻ കൈനീട്ടുന്ന പോലെ, എവിടെ തുടങ്ങണമെന്നറിയാതെ, ഏത് രീതിയിൽ പിടിക്കണമെന്നറിയാതെ അവൻ ആർത്തി കാണിക്കുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേലെ ശത്രുക്കൾ കൈവെക്കുമെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നു, റസൂലേ, അന്ന് മുസ്ലിങ്ങൾ കുറഞ്ഞു പോ നബിയെ, എണ്ണത്തിൽ കുറവാകോ? ബൽ കസീറു, നിങ്ങൾ ധാരാളമുണ്ടാകും. വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, കുത്തൊഴുക്കിന്റെ ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്ത് മാറുമെന്ന് അള്ളാന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണത്തിൽ കുറയുണ്ട്, മുസ്ലിമീങ്ങൾ കുറയുണ്ട്, പക്ഷെ കുത്തൊഴുക്കിലെ ചണ്ടികളെ പോലെ എണ്ണമുണ്ട്, പക്ഷേ ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇല്ലാതെ മുസ്ലിങ്ങൾ മാറും. എന്നിട്ട് മുത്ത റസൂൽ പറയാണ്, യുജഅലുൽ വഹ്നു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയങ്ങളിൽ വഹന നിറയും. ശത്രുക്കൾക്കാവട്ടെ ഇവരോടുള്ള ഭയം ഇല്ലായ്മയാകും. ഒരു ഭയം മുസ്ലിങ്ങളോട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അതെന്താ ഈ വഹൻ എന്ന് പറഞ്ഞാൽ? ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഭ്രമമാണ്, മരണത്തോടുള്ള വെറുപ്പാണ്. അത് നിങ്ങളുടെ മനസ്സുകളിലൂടെ കടന്നു വരുമ്പോ നിങ്ങളുടെ ശരീരങ്ങൾക്ക്, നിങ്ങളുടെ ദുനിയാവിന്, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഓടുമ്പോ ശത്രുക്കൾ നിങ്ങളുടെ മേലെ കൈവെക്കുമെന്നുള്ളതാണ്. അള്ളാന്റെ പള്ളി എന്തോ ആയിക്കോട്ടെ, എന്റെ വീട് സേഫ് ആണല്ലോ,
നമ്മൾ ചിന്തിച്ചില്ലേ പ്രിയമുള്ളവരെ? അവിടെ നിന്ന് ഏതോ വഖഫിന്റെ സ്വത്തുക്കളുടെ മേലെ കൈമാറ്റം നടക്കുന്നു പറയുമ്പോ, ചങ്ങരംകുളത്തിന്റെ ഈ നാട്ടിൽ ഞാൻ സൈഫാണ് എന്ന് കരുതി നിങ്ങൾ നനച്ചിരിക്കുന്നുവോ? നിങ്ങളോടുള്ള ശത്രുക്കളുടെ ഭയം ഇല്ലായ്മ വരും. നിങ്ങളുടെ മനസ്സിൽ ഈ വഹന അധികം വരുമ്പോ യാചകൻ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ അവർ നിങ്ങളുടെ മേലെ കൈവെക്കുമെന്ന് സ്വഹീഹുൽ ജാമിഅ് സ്വഹീഹായ ഹദീസാണ് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുണരാൻ, ഇനിയെങ്കിലും ഉണരാൻ. അത് കുറച്ചാൾക്കാരെ അതിന് വിധിക്കപ്പെട്ടവരാൻ. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ജീവനും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോവാം. ദുനിയാവിനോടുള്ള ഭ്രമം, മരണത്തിനോടുള്ള വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ അതാണ് വഹന്. ആ സമയത്ത് ശത്രുക്കൾ നിങ്ങളെ പിടിമുറുക്കുന്നതാൻ. അതുകൊണ്ട് എണ്ണത്തിന്റെ കാര്യത്തിലല്ല, ഇസ്സത്തോടെ ജീവിക്കാൻ. അതുകൊണ്ട് വിഷയങ്ങളെ പഠിക്കാൻ എങ്ങനെയാണോ സംഘടിതമായി മുസ്ലിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക, അതിൽ നമ്മളും ഭാഗവാക്കാവാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്ന, ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ആലങ്കോടുള്ള നമ്മളുടെ ഒരു സഹോദരൻ, വളരെ പാവപ്പെട്ട കുടുംബം. അദ്ദേഹത്തിന് തൊഴിലിന് പോകാൻ എനിക്ക് കഴിയില്ല. ചെറിയ മക്കളൊക്കെ ഉള്ളൊരു വീട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന കളക്ഷനും ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ആ സഹോദരന് വേണ്ടിയിട്ടാണ്. നല്ലൊരു നീയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ഷിഫ ആജിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിലൊക്കെ ജുമാക്കുണ്ടായിരുന്ന ഒരു സഹോദരൻ നിലവിലൊരു ഓക്സിജന്റെ ബലത്തിലാണ്, പുറത്തുനിന്ന് ഓക്സിജൻ കൊടുത്തിട്ടാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അള്ളാഹുവെ ഖൈർ കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിട പറഞ്ഞു പോയ ആളുകൾക്ക് മഅഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعف المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله